ഇന്നത്തെ സ്പെഷ്യൽ മാങ്ങക്കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഉപ്പ് 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, അത് കളർ കിട്ടാൻ വേണ്ടി, അത് ഓപ്ഷണലാണ്. കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇടണം. സാധാരണ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ 2 പച്ചമുളക്, കറിവേപ്പിൻ്റെ എല്ലാ ആവശ്യത്തിന്. പിന്നെ ഇത് പച്ച മാങ്ങയും കൊണ്ടുള്ള കറിയാണ്, അപ്പം മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാനുള്ളതാണിത്. പിന്നെ ഒരു ചെറിയ സവോള വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി വേണം. പിന്നെ വേണ്ടത് കാച്ചി ഒഴിക്കാൻ വേണ്ട 4 ചെറിയ ചുവന്നുള്ളിയാണ്, 4 ചെറുതായിട്ട് കട്ട് ചെയ്ത് ലാസ്റ്റ് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ, അത് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ പിഴിയാനാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 2 പ്രാവശ്യമായിട്ട് പാലായിട്ട് പിഴിഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കണം. അതിനാവശ്യത്തിന് വേണ്ട വെള്ളം എടുത്തിട്ട് ആദ്യത്തെ പാല് പിഴിയാണ്. ആദ്യത്തെ പാല് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. രണ്ടാമതും ഇത് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം 2ാം പാൽ ഉണ്ടാക്കേണ്ടതാണ്. മാങ്ങ മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഉപ്പും മുളകും മല്ലിയും മഞ്ഞളും എല്ലാം കൂടി നമ്മൾ കൂട്ടി തിരുമ്മി വെക്കണം. കാശ്മീരി ചില്ലിപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് പച്ചമുളകും ആദ്യം കാണിച്ച സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇഞ്ചിയുടെ കഷ്ണം എല്ലാം കൂടി തിരുമ്മി ഒരു 10 മിനിറ്റ് നമ്മൾ വെക്കണം. അതിനുശേഷം 2ാം പാല് പിഴിഞ്ഞത് അതിലേക്ക് ഒഴിക്കുക. തേങ്ങയുടെ 2ാം പാല് പിഴിഞ്ഞത് വെച്ചിട്ട് ഇളക്കിയതിന് ശേഷം അടപ്പത്ത് വയ്ക്കുക. നന്നായി ഒരുവിധം വേവിക്കുക. മാങ്ങ ഒരുവിധം വെന്തിട്ടുണ്ട്. മൂടി വെച്ചൊരു 5-10 മിനിറ്റ് വേവിക്കണം സ്ലോ ഫ്ലെയിമിൽ. അതിനുശേഷം 1ാം പാലൊഴിക്കുക. 1ാം പാലൊഴിച്ച് തിളയ്ക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് പിന്നെ നമ്മളതിൽ കാച്ചി ഒഴിക്കേണ്ടതായിട്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക്, ഉലുവ, പിന്നെ ചുവന്നുള്ളി ആദ്യം കാണിച്ചത്, ചുവന്നുള്ളി ഇട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണക്കമുളക്, ചുവന്നുള്ളി ഇടണമെന്നില്ല, ഞാൻ ചുവന്നുള്ളി ഇടുന്നുണ്ട്. അല്ലാത്തൊരു കടുകും ഉലുവയും ഉണക്കമുളക് ഇട്ടാലും മതിയാവും. മുരിഞ്ഞ ശേഷം, ഒരുവിധം മുരിഞ്ഞ ശേഷം ഞാൻ സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിലേക്ക് ഉണക്കമുളക് 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അതൊന്ന് കളർ ചേഞ്ച് ആയതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ഇടണം. ഞാൻ 2-3 തണ്ടാണ് ഇട്ടിരിക്കുന്നത്. കറിവേപ്പിൻ്റെ ഇല മൊത്തം കറിയിലേക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടായി കളർ മാറി വരുമ്പോൾ മാറണവരൊന്ന് ഇളക്കുക. മാങ്ങക്കറി കുറച്ച് നേരം ഉണ്ടാക്കിയതിന് ശേഷം വെച്ച ശേഷം കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. മിനിമം ഒരു 1 അവർ വെക്കണം, എന്നാലാണ് എല്ലാം പിടിക്കുള്ളൂ. ഉള്ളി നന്നായി ബ്രൗൺ ആക്കണമെന്ന് വേണ്ടവർക്ക് ബ്രൗൺ ആക്കാവുന്നതാണ്. ഞാനൊരു മീഡിയം ആക്കിയതിന് ശേഷമാണ് കറിയുടെ മേലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മാങ്ങക്കറിയുടെ മേലേക്ക് കാച്ചി ഒഴിച്ചത് ഇടാവുന്നതാണ്. അതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ മൂടി വെക്കണം, സ്മെല്ല് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ മൂടി വയ്ക്കുക. അത് കഴിഞ്ഞൊരു 1 അവർ കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് അടുത്തതിൽ കാണാം. താങ്ക് യു.